നമ്മൾ സമ്പാദിക്കുന്നതും സേവ് ചെയ്യുന്നതുമായിട്ടുള്ള പൈസയെ നാളത്തെ ആവശ്യങ്ങൾക്കായിട്ട് മാറ്റിവെക്കുന്നതിന് വേണ്ടി ഒട്ടുമിക്ക സാധാരണക്കാരായ ആൾക്കാരും ചെയ്യുന്നത് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ചിട്ടി കെട്ടുകയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. എന്നാൽ രാജ്യത്തിൻ്റെ പണപ്പെരുപ്പ നിരക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്ന പൈസയ്ക്ക് പണപ്പെരുപ്പത്തെ അതിജീവിക്കുന്നതിനുള്ള പലിശ ലഭിക്കാറില്ല എന്നതാണ് യഥാർത്ഥ സത്യം, അല്ലേ? ഇത് അറിയാവുന്ന ആൾക്കാരാണ് സ്വർണം വാങ്ങിക്കുന്നതും അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലും റിയൽ എസ്റ്റേറ്റിലും ഒക്കെ നിക്ഷേപം നടത്തുന്നത്. പണപ്പെരുപ്പത്തെ അതിജീവിക്കുന്ന എല്ലാ നിക്ഷേപങ്ങളും കൂടുതൽ നേട്ടം നമുക്ക് നൽകുന്നുണ്ടെങ്കിലും അവയെല്ലാം വളരെയധികം റിസ്ക് കൂടുതലാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. റിസ്ക് കുറഞ്ഞതും പണപ്പെരുപ്പത്തെ അതിജീവിക്കുന്നതുമായ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നിക്ഷേപ മാർഗം സ്വർണത്തിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവരുടെ കരുതൽ ശേഖരത്തിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്വർണ്ണ നിക്ഷേപമാണ്. അതുപോലെ കഴിഞ്ഞ വർഷം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങിക്കൂട്ടിയ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ റിസർവ് ബാങ്ക് 3-ാം സ്ഥാനത്താണ്. അപ്പോൾ സ്വർണത്തിൻ്റെ പ്രസക്തി നമുക്ക് വളരെയധികം വ്യക്തമാണ്. സാമ്പത്തിക മാന്ദ്യം വരുമ്പോഴും ഓഹരി വിപണി ഇടിഞ്ഞു താഴുന്നതും ഒക്കെ സമയത്ത് സ്വർണത്തിൻ്റെ വില എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഫിസിക്കലായിട്ട് കടയിൽ പോയി സ്വർണം വാങ്ങി നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുക എന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ വലിയ ലാഭമൊന്നും നൽകുന്നില്ല. അതുപോലെ നമുക്ക് സ്വർണം വാങ്ങി വയ്ക്കുന്നതിനും കള്ളന്മാരെ പേടിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ സർക്കാരിൻ്റെ ഒരു പരിധിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അത്യാവശ്യത്തിന് സ്വർണം വിൽക്കുകയാണെങ്കിൽ പോലും പണിക്കൂലിയും ടാക്സും ചേതവാരം ഇങ്ങനെ കുറേയധികം കാര്യങ്ങളെല്ലാം കുറച്ചിട്ടുള്ള ഒരു തുകയായിരിക്കും നമുക്ക് സ്വർണ്ണ ജുവലറിയിൽ നിന്ന് നമുക്ക് നൽകുന്നത്. സ്വർണ്ണ നിക്ഷേപത്തെ നമുക്ക് ഡിജിറ്റലായിട്ട് സൂക്ഷിക്കുന്നതിനുള്ള ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു മാർഗമാണ് ഗോൾഡ് ETF എന്ന് പറയുന്നത്. സൊവേറിയൻ ഗോൾഡ് ബോണ്ട് എന്ന് പറയുന്ന ഒരു ബോണ്ട് സ്കീമുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് സ്വർണത്തിൻ്റെ വിലയെ ഇന്ത്യയുടെ ഓഹരി വിപണിയിൽ വ്യാപാരം ചെയ്യപ്പെടുന്ന ഒരു സംവിധാനമാണ് ഗോൾഡ് ETF എന്ന് പറയപ്പെടുന്നത്. അതായത് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകൾ. ETF എന്ന് പറയുന്നത് ഒരു എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടാണ്. ഗോൾഡ് ETF എന്ന് പറയുന്നതും എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടാണ്. ഇതിൽ സ്വർണം മാത്രമല്ല വെള്ളിയും അതുപോലെ കറൻസികളും സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻഡെക്സുകളൊക്കെ ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങി സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ സ്വർണത്തിൻ്റെ വില കൂടുന്നതിന് ആനുപാതികമായിട്ട് ഇതിൻ്റെ വിലയും കൂടുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഏത് സമയത്തും നമുക്കിത് വിൽക്കാനും സാധിക്കും. മാത്രമല്ല നമ്മുടെ വീട്ടിൽ സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നതിൻ്റെ റിസ്ക്കും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഗോൾഡ് ETF-നും പോരായ്മകളുണ്ട്. സ്വർണത്തിൻ്റെ വില കുറയുന്ന സമയത്ത് ഇതിൻ്റെ വിലയും അതിന് ആനുപാതികമായിട്ട് കുറയും. അതുപോലെ നമ്മൾ ഫിസിക്കൽ സ്വർണം വാങ്ങി സൂക്ഷിച്ചു കഴിഞ്ഞാൽ വില കുറഞ്ഞിരുന്നാലും കയ്യിൽ സ്വർണം ഉണ്ടായിരിക്കും, പക്ഷേ വില കുറവാണ് എന്ന് മാത്രമാണുള്ളത്. എന്നാൽ ഗോൾഡ് ETF-കൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കലായിട്ട് കയ്യിൽ സ്വർണം ലഭിക്കില്ല. വില എപ്പോഴെങ്കിലും കൂടിയാൽ മാത്രമായിരിക്കും നമുക്കതിൻ്റെ ഗുണം ലഭിക്കുന്നത്. അതായത് വാരി നമുക്ക് അണിഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റില്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരും ലോകരാജ്യങ്ങളും കൂടുതൽ കരുതൽ ശേഖരമായിട്ടും സ്വർണ്ണ നിക്ഷേപത്തെ കാണുന്നിടത്തോളം കാലം നമ്മുടെ ഗോൾഡ് ETF-കൾക്ക് വില കൂടിക്കൊണ്ടേയിരിക്കും എന്നതാണ് യഥാർത്ഥ സത്യം. ഇനി നമുക്ക് എങ്ങനെ ഗോൾഡ് ETF-കളിൽ നിക്ഷേപിക്കാം എന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമാണ്. സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ മൊബൈൽ ആപ്പ് വഴി നിങ്ങൾക്ക് ഗോൾഡ് ETF-കൾ വാങ്ങാൻ സാധിക്കും. അല്ല എങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് പുതിയ ഒരു അക്കൗണ്ട് വളരെ എളുപ്പത്തിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഗോൾഡിൽ നിക്ഷേപം നടത്താൻ സാധിക്കുന്നതാണ് അതിലൂടെ. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല. എങ്ങനെയാണ് ഏഞ്ചൽ വൺ മൊബൈൽ ആപ്പ് വഴിയും അതുപോലെ പേടിഎം മണി അതുപോലെ ഗ്രോ ആപ്പ് തുടങ്ങിയ മൊബൈൽ ആപ്പുകൾ വഴി ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഏഞ്ചൽ വൺ ആണ് ഓപ്പൺ ചെയ്യുന്നത്. നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണോ ട്രേഡിങ്ങിന് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടൊക്കെ വാങ്ങാൻ ഉപയോഗിക്കുന്നത് ആ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. അപ്പോൾ എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നത് ഏഞ്ചൽ വണ്ണും പേടിഎം മണിയുമാണ് കുറച്ച് നമുക്ക് ട്രാക്കിംഗ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഏഞ്ചൽ വൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ മെയിൻ ഇൻ്റർഫേസിൽ നമ്മൾ താഴേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ETF എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവിടെ കാണാം ETF എന്ന് പറഞ്ഞിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ETF-ൻ്റെ കാറ്റഗറി കാണാം. അപ്പോൾ നമുക്ക് ഇക്വിറ്റി സ്റ്റോക്കുകളുടെ എക്സ്ചേഞ്ച് ETF കാണാം. പിന്നെ സെക്ടർ വൈസ് സ്മാർട്ട് ബീറ്റ
ഗോൾഡ്, ഗ്ലോബൽ, പിന്നെ ഡെപ്റ്റ്, പിന്നെ ഇതാ ഇവിടെ കടപ്പത്രങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടാണ് ETF ഫണ്ട്, ഡെപ്റ്റ്, അതുപോലെ ഗോൾഡ് ആൻഡ് സിൽവർ. അപ്പം നമ്മൾ ഗോൾഡിൻ്റെ ഒരു ഇതാണല്ലോ വാങ്ങാൻ പോകുന്നത്. അപ്പോൾ ഗോൾഡ് ആൻഡ് സിൽവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോയിട്ട് ഇവിടെ താഴെ ഇവർ റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. കുറച്ച് നല്ല ETFകൾ ഇവരിവിടെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. എന്താ ഇവിടെ SBI നിഫ്റ്റി നെക്സ്റ്റ് 50 എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷം 61% പ്രോഫിറ്റ് കൊടുത്തതൊക്കെ ഇവരിവിടെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റിസ്ക് കുറവാണ്, വാങ്ങിയിടാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഈ ഗോൾഡ് ETF ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന കുറേ അധികം ETFകൾ നമുക്കിതാ ഇവിടെ അവൈലബിൾ ആണ്. ഗോൾഡ് മാത്രമല്ല, ഇവിടെ സിൽവറും അവൈലബിൾ ആണ്. ഇവിടെ നിപ്പോൺ കമ്പനിയുടെ ഒരു ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന ഒരു ഫണ്ടാണ്, ETF ആണ് ഗോൾഡ് ബീസ് എന്ന് പറയുന്നത്. അതുപോലെ നിപ്പോണിൻ്റെ തന്നെ സിൽവർ ബീസ് ഉണ്ട്. പിന്നെ വരുന്നത് SBIയുടെ തന്നെ SETF ഗോൾഡ് എന്ന് പറഞ്ഞിട്ടാണ്, SBI ഗോൾഡ് ETS എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതുപോലെ HDFC ഗോൾഡ്, പിന്നെ അതുപോലെ UTI സിൽവർ, ഗോൾഡ്, ഇങ്ങനെ കുറേയധികം കാണാം. നമുക്ക് വലത് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം എത്ര ശതമാനമാണ് റിട്ടേൺ കൊടുത്തതെന്ന് കാണാം. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു പ്രത്യേകത, സിൽവർ 5%, ഗോൾഡ് 16%. നമ്മൾ ഇതിലേത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഗോൾഡ് എടുത്തു കഴിഞ്ഞാൽ 16% ആവറേജ് എല്ലാത്തിനും ഒരേപോലെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നാലും ഗോൾഡിന് എത്ര രൂപയാണോ കൂടുന്നത് അതിനനുസരിച്ച് മാത്രമേ നമുക്ക് വില കൂടുകയുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം 16% നമ്മുടെ സ്വർണത്തിൻ്റെ വില കൂടിയത്. അതേ റേറ്റ് നമുക്കിവിടെ കിട്ടും. നമുക്ക് കയ്യിൽ സ്വർണ്ണം ഇല്ല എങ്കിലും നമുക്കതിൻ്റെ റേറ്റ് നമുക്കിവിടെ കിട്ടും കറക്റ്റായിട്ട്. അപ്പോൾ ഞാനിവിടെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് HDFCയുടെയോ നിപ്പോണിൻ്റെയോ നമുക്ക് വാങ്ങാം. അപ്പോൾ ഞാൻ HDFC ജസ്റ്റ് ഒന്ന് നോക്കാൻ പോകുന്നു വാങ്ങുന്നതിന് വേണ്ടി. HDFC ഗോൾഡ് ETF. അപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കാനുണ്ട്. നമുക്ക് റിട്ടേൺ കൊടുത്തത് കഴിഞ്ഞ ഒരു വർഷം 13%. ടോട്ടൽ ആവറേജ് 69% കൊടുത്തു. കഴിഞ്ഞ ഒരു മാസം വളരെ കുറവാണ്. അതായത് സ്വർണത്തിന് ലിക്വിഡിറ്റി കുറവാണല്ലോ, എപ്പോഴും പെട്ടെന്ന് പൊങ്ങി പെട്ടെന്ന് താഴെയല്ല ചെയ്യുന്നത്, ഒരു കൺസിസ്റ്റൻസിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടാണ് ഇരിക്കുന്നത്. അത് നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ETF-ൻ്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 94% പേരും വാങ്ങാനാണ് നിൽക്കുന്നത്. 6% വരെ മാത്രമാണ്. അതായത് ETF-ൽ നിക്ഷേപിക്കുന്നവരിൽ 90%-ലധികം പേരും ഒരിക്കലും സെല്ല് ചെയ്യുന്നില്ല. ദീർഘനാളത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റായിട്ടാണ് സ്വർണ്ണത്തെ എല്ലാവരും കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എപ്പോഴും 90%-ന് മുകളിൽ ഏത് ഗോൾഡിൻ്റെ ETF എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം വാങ്ങുന്നവർ എപ്പോഴും 90%-ൽ കൂടുതലായിരിക്കും. പിന്നെ നമുക്ക് ആവറേജ് ട്രേഡ് പ്രൈസ് 62 രൂപയാണ്. അപ്പോൾ ശരാശരി എപ്പോഴും ഒരു 60 റേഞ്ചിലായിരിക്കും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ലോവർ സർക്യൂട്ട്, ഇനി വില സ്വർണത്തിന് പരമാവധി വില കുറയുകയാണെങ്കിൽ 49 രൂപ വരെ മാത്രമായിരിക്കും. പിന്നെ കൂടുകയാണെങ്കിൽ 74 വരെ ആയിരിക്കും ഒരു വർഷത്തിൽ കൂടുന്നത്. അപ്പോൾ നമ്മൾ സ്വർണത്തിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് സ്വർണത്തിൻ്റെ റേറ്റ് ഇവിടെ മുകളിൽ 62 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും സ്വർണത്തിൻ്റെ ഒരു ഗ്രാമിൻ്റെ വില അല്ലല്ലോ ഇവിടെ കൊടുത്തിരിക്കുന്നത്, അല്ല ഒരു പവൻ്റെ വില അല്ലല്ലോ എന്ന്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗോള വിപണിയിലുള്ള സ്വർണത്തിൻ്റെ വില വച്ചതിന് ശേഷമാണ് ഇവരിവിടെ ഈ ഫണ്ടിൽ എത്ര പേരാണോ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. AUM എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് HDFC ഗോൾഡ് ETF എന്ന് പറയുന്നതിൽ എത്ര രൂപയാണോ മൊത്തത്തിലുള്ളത് 4507 കോടി രൂപയ്ക്കാണ് ആൾക്കാർ ഈ ഫണ്ട് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഫണ്ടിനെയാണ് ടോട്ടലായിട്ട് വാങ്ങുന്നവരുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത് പിന്നെ ചാർജസ് അങ്ങനെയുള്ള കാര്യമെല്ലാം മാറ്റിയിട്ടാണ് ഈ 62 രൂപ എന്ന് പറയുന്ന ഒരു ആവറേജ് പ്രൈസ് വരുന്നത്. അത് ഗോൾഡുമായിട്ട് റിലേറ്റ് ചെയ്താണ് വരുന്നത്. അപ്പോൾ അതുകൂടെ നിങ്ങൾ ഓർമ്മിക്കുക. ഇതിൻ്റെ ഫണ്ട് മാനേജറുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവാണ്. പിന്നെ ട്രാക്കിംഗ് എറർ എന്ന് പറയുന്നത് നമ്മൾ ഗോൾഡ് റേറ്റുമായിട്ട് എത്ര ഇത് വ്യത്യാസം വരുന്നുണ്ടെന്ന് 0.19% മാത്രമാണ് ട്രാക്കിംഗ് എറർ വരുന്നത്. അപ്പോൾ ഒരു 10% വന്നു കഴിഞ്ഞാൽ അത് സ്വർണത്തിൽ നിന്നും മാറിപ്പോയെന്നാണ് അർത്ഥം. അപ്പോൾ അത് കറക്റ്റായിട്ട് മൈന്യൂട്ടായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പോലും ഗോൾഡിൻ്റെ അതേ റേറ്റിനാണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. NAV എന്ന് പറയുന്നത് നമുക്കറിയാം, അതാണ് നമ്മൾ വാങ്ങുന്ന നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് വാങ്ങണമെങ്കിൽ ഇവിടെ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വാങ്ങാൻ പറ്റും. ഇതിൻ്റെ ചാർട്ടും നമുക്കിത് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർട്ട് റേറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് സാധാരണ ഒരു സ്റ്റോക്ക് പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. എപ്പോൾ വേണമെങ്കിലും വിൽക്കാനും പറ്റും. അപ്പോൾ ഞാനൊന്ന് വാങ്ങുന്നു. എനിക്ക് HDFCയെക്കാളും ഞാൻ അടുത്തൊരു
നിപ്പോൺ ഇന്ത്യ ETF ഒന്നുകൂടെ നോക്കാം. കുറച്ചുകൂടെ അതിൻ്റെ കണ്ടോ, ഇവിടെയും 90% മുകളിൽ ആൾക്കാർ വാങ്ങുന്നുണ്ട്. അതായത് എപ്പോഴും അതിൻ്റെ വാങ്ങുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണെന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് കുറച്ചുകൂടെ വലിയൊരു ഫണ്ടാണ്, കുറച്ച് പഴക്കമുള്ള ഫണ്ടാണ്. എക്സ്പെൻസ് റേഷ്യോ കുറച്ച് കൂടുതലാണ്. ട്രാക്കിംഗ് എറർ 0.12%. അപ്പോൾ ഇതിനേക്കാളും HDFC ആണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം. ഏത് വാങ്ങിയിരുന്നാലും വില കൂടുന്നതെന്ന് പറഞ്ഞാൽ സ്വർണത്തിൻ്റെ വില കൂടുന്നത് പോലെ മാത്രമേ കൂടുള്ളൂ. അപ്പോൾ നിങ്ങൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനിവിടെ HDFCയുടെ തന്നെ വാങ്ങാൻ തീരുമാനിച്ചു. ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് 2 രീതിയിൽ വാങ്ങാം. ഒരു തവണ വേണമെങ്കിലും വാങ്ങാം. ഒരു തവണ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴൊക്കെ പൈസ ഉണ്ടോ അപ്പോഴൊക്കെ നമുക്ക് വാങ്ങാം. SIP എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലൊരു മാസം ഒരു 500 രൂപയോ 1000 രൂപയോ ഉണ്ടെങ്കിൽ എല്ലാ മാസവും ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് SIP. നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുന്ന അതേ രീതി തന്നെയാണ്. അപ്പോൾ നമുക്ക് SIP ആണെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം എത്ര ക്വാണ്ടിറ്റിയാണ് വാങ്ങുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ മാസവും സ്വർണ്ണത്തിലൊരു 1000 രൂപ വെച്ച് നിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഈ ഷെയർ എന്ന് പറയുന്നത് മാറ്റി ഷെയറാണ് ഇവിടെ കൊടുക്കുന്നത്. നമുക്കിവിടെ ക്വാണ്ടിറ്റി മാറ്റി എമൗണ്ട് കൊടുക്കുക. 1000 രൂപയാണെങ്കിൽ ഇവിടെ 1000 രൂപ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ SIP ഫ്രീക്വൻസി ചോദിക്കുന്നുണ്ട്. ആഴ്ചയിൽ വേണമെങ്കിൽ നമുക്ക് വാങ്ങാം, ഡെയിലി വേണമെങ്കിലും വാങ്ങാം, മന്ത്ലി വേണം. ഭയങ്കരപ്പെട്ടൊരു സ്കീമാണിത്. കാരണം നമുക്ക് എല്ലാ ദിവസവും ഇപ്പോൾ ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇത് വളരെ യൂസ്ഫുള്ളാണ്. എല്ലാ ദിവസവും നമുക്കൊരു 1000 രൂപ ലാഭം എല്ലാ ദിവസവും കിട്ടുന്നുണ്ടെങ്കിൽ അതിലൊരു 100 രൂപ നമുക്ക് എല്ലാ ദിവസവും മാറ്റി വയ്ക്കാം. എന്തിനു വേണ്ടി? സ്വർണം വാങ്ങുന്നതിന് വേണ്ടി. ഭയങ്കര സംഭവമല്ലേ? അപ്പോൾ എനിക്കിത് വളരെ യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്കും അപ്പോൾ എല്ലാ ദിവസത്തും വേണമെങ്കിൽ കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ല എങ്കിൽ വീക്കിലി കൊടുക്കാം. പിന്നെ മാസം ശമ്പളക്കാർക്കാണെങ്കിൽ മന്ത്ലി കൊടുക്കാം, ആഴ്ചയാണെങ്കിൽ കൊടുക്കാം. നമുക്ക് ഡേറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഡെയിലിയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡെയിലി ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യും, പ്രൊസീഡ് ടു കൊടുക്കാം. അപ്പോൾ ക്വാണ്ടിറ്റി വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് ഇത് SIP ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അല്ലാതെ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് ഓൺ ടൈം. അപ്പോൾ ഈ ഓൺ ടൈമിൻ്റെ പ്രത്യേകത അതും വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് ഇവിടെ കണ്ടോ, സ്മാർട്ട് ഓർഡർ എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ലോസ് ഓർഡർ വരെ സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്, വിൽക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. അതായത് നമ്മൾ സ്റ്റോക്ക് വാങ്ങുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് വാങ്ങാനും വിൽക്കാനും പറ്റും. ഈ ഡെയിലി ഇത് നമ്മൾ ഓൺ ടൈം എന്ന് പറയുന്ന ഓപ്ഷനാണ് ഞാനിവിടെ എടുത്തത്. കണ്ടല്ലോ, സാധാരണയുള്ള SIP അല്ല, ബൈ ഓപ്ഷൻ എടുത്തു. അതിനുശേഷം ഓൺ ടൈം എടുത്തു. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ ദിവസവും സ്വർണത്തിൻ്റെ വില അറിയും. സ്വർണത്തിൻ്റെ വില എന്നാണോ കുറയുന്നത് ആ ദിവസം നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്വാണ്ടിറ്റി നോക്കിയിട്ട് വാങ്ങാൻ പറ്റും. അപ്പോൾ അതൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് സ്വർണ്ണ വില കൂടുന്ന ദിവസം എന്ത് ചെയ്യാം? കുറച്ച് കൂടുന്ന ദിവസം ഒരു 100 ക്വാണ്ടിറ്റി ഒക്കെ ആണെങ്കിൽ നമുക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഡീറ്റെയിൽ അറിയാതെ സ്വർണത്തിൻ്റെ വില മാത്രം നോക്കി നമുക്കിതിൽ തന്നെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എത്ര ക്വാണ്ടിറ്റി വാങ്ങുന്നു എന്ന് കൊടുത്തു. 10 ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇതിനൊരു വില വരുന്നത് 623 രൂപയാണ്. ഇതിൻ്റെ ചാർജസ് വരുന്നത് നമുക്ക് നോക്കാം. വെറും 0.12 പൈസ മാത്രമാണ് വരുന്നത്. അപ്പോൾ ഏഞ്ചലിന് നമുക്ക് എക്സ്റ്റേണൽ ചാർജ് എന്ന് പറഞ്ഞ് വരുന്നതാണ്. ടാക്സ്, സ്റ്റാമ്പ് ഡ്യൂട്ടി ഒക്കെയാണ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് വരുന്നത്. വളരെ തുച്ഛമായ ഒരു ചാർജസാണ്. അപ്പോൾ നമുക്ക് പ്ലേസ് ബൈ ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിത് വാങ്ങിക്കഴിഞ്ഞു. അപ്പോൾ പലർക്കും സംശയമുണ്ട്, ഇതുവരെ അക്കൗണ്ട് എടുക്കാത്തവർക്ക് എങ്ങനെ ഇത് വാങ്ങുമെന്ന്. അക്കൗണ്ട് എടുക്കുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഏഞ്ചൽ വണ്ണിൻ്റെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റും. ഉപയോഗിക്കുമ്പോൾ നമുക്കിതുപോലെ മെയിൻ ഇൻ്റർഫേസിൽ വന്നിട്ട് നോക്കി വാങ്ങാൻ പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് പേടിഎം മണി ആപ്ലിക്കേഷനുണ്ട്. ഏതിൽ വേണമെങ്കിലും വാങ്ങാം. അതിലും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മെയിൻ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് വരുന്നത്. പേടിഎം മണി ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. ഇവിടെ മുകളിൽ ജസ്റ്റ് ETF എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ETF-ൻ്റെ സെക്ഷനിലേക്ക് വരും. ഇവിടെ നമുക്ക് ഗോൾഡ് എന്ന് പറഞ്ഞുണ്ട്. ഗോൾഡ് ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം ഇവിടെ കണ്ടോ, SBI ഗോൾഡ് ETF, HDFC അതേ സാധനം ഇതിനകത്തും നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ആക്സിസ് ബാങ്ക് ഗോൾഡ് ETF ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം
ഇവിടെ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക, ഡെലിവറി കൊടുക്കുക, അറ്റ് മാർക്കറ്റ് കൊടുക്കുക, സ്വൈപ്പ് ചെയ്യുക, നമുക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഞാനിത് കാണിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് ആപ്പാണോ, ഇനി ഗ്രോ ആണെങ്കിൽ ഗ്രോ ആപ്ലിക്കേഷനകത്ത് നമുക്ക് ഇത്തരത്തിൽ ETF എന്ന് പറഞ്ഞ് അവൈലബിൾ അല്ല. നമുക്കിവിടെ സെർച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഏതെങ്കിലും ഒരു SBI ഗോൾഡ് ഫണ്ട് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് പ്ലാൻ ഇത് നമുക്കിങ്ങനെ ഇപ്പം നിപ്പോൺ ETF എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമുക്കറിയാൻ പറ്റും. അങ്ങനെയാണ് ഇതിനകത്ത് വാങ്ങാൻ പറ്റുന്നത്. നിപ്പോൺ ഇന്ത്യ ETF. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് നോക്കി വാങ്ങാനുള്ള സംവിധാനമേ ഉള്ളൂ. മറ്റുള്ള മൊബൈൽ ആപ്പുകളിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ETF ഒക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ യൂസ്ഫുള്ളാണ്. ബാക്കിയുള്ള ആപ്പുകളെല്ലാം വീഡിയോ ലെങ്ത് ആവുന്നത് കൊണ്ട് പറയുന്നില്ല. സെറോദയിലും അതുപോലെ അപ്സ്റ്റോക്സിലും എല്ലാത്തിലും നമുക്ക് ജിയോജിത്തിൽ, മൊട്ടിലാലിലും എല്ലാത്തിലും നമുക്ക് വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് ഉപയോഗിക്കുക. അധിക ടെൻഷൻ ഇല്ലാതെ നമുക്കിതിൽ ETF എന്ന് പറയുന്നത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. കാരണം സ്റ്റോക്കാണെങ്കിൽ വില കൂടുന്നതും കുറയുന്നതൊക്കെ നോക്കിയിരിക്കണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്വർണം എന്തായാലും ക്രമാനുഗതമായിട്ട് മാത്രമായിരിക്കും സ്വർണത്തിൻ്റെ വില കൂടുന്നത്. ആ ഒരു കാര്യം നമ്മൾ ഓർമ്മിച്ചിരിക്കുക. കാരണം സ്വർണത്തിൻ്റെ വില നമുക്കെപ്പോഴും ഇങ്ങനെ പെട്ടെന്ന് പൊങ്ങുകയും പെട്ടെന്ന് താഴെയൊന്നും ആയിരിക്കില്ല. വളരെ ചെറിയൊരു, അപ്പോൾ ഈ 61 രൂപയാണല്ലോ നമ്മളൊരു ക്വാണ്ടിറ്റി വാങ്ങിയത്. അപ്പോൾ ഇപ്പം നമ്മൾ ഗോൾഡ് പീസ് എന്ന് പറഞ്ഞൊന്ന് വാങ്ങുമ്പോൾ ഒരു 60 റേഞ്ചിലൊക്കെ വാങ്ങുന്നത് 1 രൂപയോ 2 രൂപയൊക്കെ വ്യത്യാസം മാത്രമായിരിക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് വലിയ ടെൻഷൻ ഇല്ലാതെ വർഷങ്ങൾ ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ ദിവസവും ആഴ്ചയിലോ മാസമോ SIP ആയിട്ട് നമ്മളിങ്ങനെ വാങ്ങിക്കൊണ്ടിരുന്നാൽ ഒരു 10-20 വർഷം കഴിയുമ്പോൾ അവരുടെ ആവശ്യങ്ങൾക്കുള്ള പണമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താവശ്യത്തിനും സ്വർണത്തിൻ്റെ വില കൂടുന്നതിനനുസരിച്ചുള്ള ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.